ഹലോ, പച്ചവെള്ളം കുടിച്ചാലും അത് ശരീരത്തിൽ കാണുന്ന ഞാൻ 89 73 എത്തിയത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഡെലിവറി ടൈമിൽ എൻ്റെ വെയിറ്റ് 89 to 90 ആയിരുന്നു. പിന്നെ ഞാൻ ആ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബോഡി ഫുള്ളായിട്ട് നീരായിരുന്നു. അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ 4th മന്ത് മുതൽ എൻ്റെ ശരീരത്തിൽ നീര് വന്ന് തുടങ്ങിയതാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 months വരെ ആ നീരൊക്കെ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടിക്ക് ഒരു 6 മാസം ആവുന്ന വരെ ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വെയിറ്റ് ഇങ്ങനെ പെട്ടെന്ന് കൂടുന്ന വെയിറ്റാണ് കേട്ടോ. ഞാൻ ഡെലിവറി ടൈമിൽ 89 കുറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അത് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ടൈമിലൊന്നും എനിക്ക് വെയിറ്റ് ഇതിൽ സ്കെയിലിൽ നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇങ്ങനെ കുറഞ്ഞു വന്നത്. പിന്നെ എനിക്ക് നിസ്കരിക്കാനൊന്നും ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ സ്റ്റൂളിൽ ഇരുന്നിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഒരു 10 മാസം വരെ ഞാൻ അങ്ങനെയാണ് നിസ്കരിച്ചിരുന്നത്. പിന്നെ ഇങ്ങനെ വെയിറ്റ് കുറയുന്നതിനനുസരിച്ചാണ് ഞാനിങ്ങനെ സാധാ പോലെ നിസ്കരിച്ച് തുടങ്ങിയത്. അത് എപ്പോഴാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം നല്ല പെയിനായിരുന്നു. എനിക്കിരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, സൂര്യോദയമൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വന്നു. ഫുഡ് കൺട്രോൾ ചെയ്തും പിന്നെ അത്യാവശ്യം പറ്റാവുന്ന എക്സസൈസൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ദുബായിലോട്ട് ഇങ്ങോട്ട് വന്നു. ദുബായിലോട്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു 78 76 ആ ഒരു റേഞ്ചിലായിട്ടുണ്ടായിരുന്നു. ഞാൻ മാർച്ചിലാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഡയറ്റ് എടുത്തു, ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ വെയിറ്റ് ഒരു 73 പിന്നെ അത് എനിക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം പിന്നെ ആ വെയിറ്റ് വീണ്ടും കൂടി ഒരു 75 പിന്നെയും പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് എൻ്റെത് 73.25 ആണ്. അപ്പോൾ ഇനി ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 days ചാലഞ്ച് ഞാൻ ചെയ്യണം. അപ്പോൾ അത് എത്ര കുറയുന്നൊന്നും അറിയില്ല. അതറിയണമെങ്കിൽ എൻ്റെ കൂടെ എന്തൊക്കെ ഫുഡ് എടുക്കണം. ഞാൻ എല്ലാ ഫുഡും കഴിക്കാറുണ്ട് കേട്ടോ. കാരണം എല്ലാതും കുറച്ചിട്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കലുണ്ട്. പക്ഷെ കുറച്ച് മാത്രം കഴിക്കലുള്ളൂ എന്നുള്ളൂ. ഇവിടെ ഗൾഫിലായതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിക്കലുണ്ട്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ എക്സസൈസാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്